ഏറ്റവും ഡേഞ്ചർ ഏരിയ കൂടിയാണ് കേട്ടോ പോകുന്നത്. ഏറ്റവും ഡേഞ്ചർ ഏരിയ കൂടിയാണ്. ഇവിടെ നിന്ന് തെന്നിയാൽ എത്രത്തോളം ഹൈറ്റിൽ നിന്നാണ് താഴോട്ട് പോകാന്നറിയോ? ഇവിടുത്തെ മുകളിൽ നിന്നാണെങ്കിൽ ഫുള്ള് പാറ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഗ്യാപ്പില്ല, ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു വണ്ടി വന്നാൽ മാറ്റി കൊടുക്കുക. അതേ കണ്ടോ, റോഡില്ല അവിടേക്ക്. താഴോട്ട് പറഞ്ഞാൽ എത്ര ഹൈറ്റ് എന്നൊന്നും പറയാൻ പറ്റൂല, കാരണം ഹൈറ്റ് അളക്കാൻ കഴിയില്ല, അത്രക്കുണ്ട്. ഏകദേശം 66 കിലോമീറ്റർ ഞങ്ങൾ ചുരം തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ എത്രത്തോളം വിഷ്വൽ മനസ്സിലാവുന്ന അറിയില്ല. ഇപ്പോൾ 6:51 ഏകാലായിട്ടുണ്ടാവും. ഏകദേശം 20 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് നാട്ടിലും ഇവിടെ ആയിട്ട് കേട്ടോ. നേപ്പാളിലാണുള്ളത്. എൻ്റെ പൊന്നെ, ഇതൊക്കെ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ എന്താ പറയുക, മിനിറ്റ് വെച്ച് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗ്യാപ്പിനാണ് പോകുന്നത് കേട്ടോ. ഇനിയുണ്ട് എത്ര കിലോമീറ്റർ ഇടാ മോനെ? 30 കിലോമീറ്റർ ഇതുപോലെ ചുരം കയറി ഇറങ്ങാം. അതുകൊണ്ട് തന്നെ റോഡ് പൊളിഞ്ഞോടത്തൊക്കെ പുഴയിൽ കൂടി റോഡ് പുതിയത് ഉണ്ടാക്കിയതാണ്. ഇതാണ്ടോ മിനിറ്റ് ആൾക്കാർ ഇവിടെ വന്നിട്ട് റെഡി ആക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. മല എന്ന് പറഞ്ഞൂടല്ലേ, മല എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയ്ക്ക് സൈഡിൽ കൂടി ആയിട്ട് പോകണോ.